മിസൈലുകളും ഇറാൻ്റെ ഗൺ ബോട്ടുകളും മാത്രമല്ല യുദ്ധത്തിലുള്ളത്, മൈനുകൾ ലേ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 2 ഡസനിലധികം മൈനുകൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിരത്തി കഴിഞ്ഞു. അടുത്തത് കൂടുതൽ മൈനുകൾ നിരത്താനുള്ള ഇറാൻ്റെ കപ്പലുകളും സംവിധാനങ്ങളും 90% ഇൻടാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നു കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥത്തിൽ പറയാം. കാരണം ദുബായ് എയർപോർട്ടിൽ ഒരു ഡ്രോൺ വന്ന് വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പലിന് പോലും കടക്കാനാവില്ല എന്ന് പറഞ്ഞതും ഞങ്ങൾ കടത്തിയെന്ന് പറഞ്ഞ ട്വീറ്റ് പിൻവലിക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ അത് അതിലും നാണക്കേടാണ്. മൈനുകൾ ഹോർമുസ് കടലിടുക്കിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് ഇട്ടയാക്കുന്നതിനെ തിരിച്ചിടണമെങ്കിൽ സമയമെടുക്കും. ഈ യുദ്ധം വളരെ വലിയ കാലത്തേക്ക് നീളാൻ പോകുന്നതിൻ്റെയും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുപോയി കുരുക്കിയതിൻ്റെയും പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആപൽക്കരമായ സിറ്റുവേഷനാണ്. ഇറാൻ ജയിക്കുമോ അമേരിക്ക ജയിക്കുമോ എന്നുള്ളതല്ല, അമേരിക്ക പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യം പോലും നടപ്പിലാക്കാൻ പറ്റാതെ അമേരിക്ക പോയി കുരുങ്ങുകയാണ്. അത് തമാശ, ഇത് ഞങ്ങൾ ചെയ്യുമെന്ന് 5, 6, 7 മാസം മുമ്പേ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ ട്രംപിനിത് മനസ്സിലായില്ല, അമേരിക്കയ്ക്ക് ഇത് മനസ്സിലായില്ല, അമേരിക്കയിലെ ബുദ്ധിരാഷ്ട്രന്മാർക്ക് ഇത് പിടിയേ കിട്ടിയില്ല. ഇതാണ് സ്ഥിതി.